ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ലോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ എല്ലാവർക്കും? ഞാൻ ഇവിടെ നിന്ന് മീൻ മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ തിരൂരുള്ള ഒരു മീൻ കടയാണ്. പക്ഷേ ഒരുവിധം എല്ലാ മീനുകളും ഉണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല കൊഴുവ, ഞങ്ങളുടെ ഇവിടെയൊക്കെ കൊഴുവ എന്നാണ് പറഞ്ഞത് കേട്ടോ. നത്തോലി എന്ന് പറയും, കൊഴുവ എന്നും പറയും. കൂടുതലും കൊഴുവ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഞാൻ ഒരു 1/2 കിലോ കൊഴുവ വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ 1/2 കിലോ ചെമ്മീനും വാങ്ങിച്ചു. അപ്പോൾ വിചാരിച്ചു ചെമ്മീൻ വറുത്തരച്ച കറി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി വിചാരിക്കുന്നത് ചെമ്മീൻ വറുത്തരച്ച കറി ഉണ്ടാക്കാമെന്ന്. ഇന്നാണെങ്കിൽ ദോശമാവ് ഉണ്ട് താനും. അപ്പോൾ ദോശമാവ് എപ്പോഴും ദോശയുടെ കൂടെ ചട്നി, ചൊമ്പി ചട്നി, വെള്ള ചട്നി, അല്ലെങ്കിൽ സാമ്പാർ. ഞാൻ അതും അല്ലെങ്കിൽ ഇടയ്ക്കൊരു കടലക്കറി, ഇത് തന്നെയാണല്ലോ. അപ്പോൾ വിചാരിച്ചു മാറ്റി പിടിച്ചാലോ. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ വറുത്തരച്ച ചെമ്മീൻ കറിയും ദോശയും കൂടി ആവട്ടെ ഇന്ന് രാത്രി എന്ന് വിചാരിച്ചു. അങ്ങനെ 1/2 കിലോ ചെമ്മീനും വാങ്ങിച്ചു, 1/2 കിലോ കൊഴുവയും വാങ്ങിച്ചു. കൊഴുവ നാളെയോ മറ്റന്നാളോ വറക്കാനോ, ചെമ്മീൻ ഇന്ന് വറുത്തരച്ച് കറിയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു. നേരെ ഇനി കടയിലേക്ക് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുവാണ്. കുറച്ച് തക്കാളി വാങ്ങിക്കണം. ചെമ്മീനൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് തന്നു. ചെമ്മീൻ ഞാൻ ക്ലീൻ ചെയ്യിപ്പിക്കാറില്ല കേട്ടോ കടയിൽ. കാരണം ചെമ്മീൻ ഞാൻ തന്നെ വീട്ടിൽ കൊണ്ട് ക്ലീൻ ചെയ്യാറാണ് പതിവ്. കാരണം കടയിൽ ക്ലീൻ ചെയ്താൽ അവർ തല ഫുള്ളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും. എനിക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ല. തല എപ്പോഴും നമ്മൾ ചെമ്മീൻ്റെ ഒന്ന് ഞെക്കി നമ്മൾ തല ഇങ്ങനെ മാറ്റിയിടുമ്പോഴത്തേനും ആ ഒരു പ്രത്യേക ടേസ്റ്റാണ് വറക്കുമ്പോഴും കറി വയ്ക്കുമ്പോഴൊക്കെ. അതായത് കംപ്ലീറ്റ് തല അങ്ങോട്ട് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവായിരിക്കും. അപ്പം ഞാൻ തന്നെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. നേരെ സൂപ്പർ മാർക്കറ്റിലെത്തി. അവിടെ തന്നെ തക്കാളിയൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് ചെറുനാരങ്ങയും വാങ്ങിച്ചു കേട്ടോ. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുനാരങ്ങ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറുനാരങ്ങ വെള്ളം കുടിക്കും. മധുരം കുറവാണ്, മധുരം അധികം എടുത്തില്ല, കുറച്ച് മധുരം മാത്രം എടുത്തു. ഞാൻ ഡെയിലി ചെറുനാരങ്ങ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങയും വാങ്ങിച്ചു, അതുപോലെ തക്കാളിയൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ വീടെത്തിയതാണ് നമ്മൾ വാങ്ങിച്ച ചെമ്മീൻ. അപ്പോൾ അതിന് ചട്ടിക്കകത്ത് ചെമ്മീൻ എടുത്തിട്ടേക്കുവാണ് കേട്ടോ. നല്ല ചെമ്മീനാണ്, ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീനാണ്. ഇനി ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യുമ്പോൾ അറിയാലോ, തലയും വാലും ഒക്കെ നല്ല ഞെക്കി ഊരിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നടുഭാഗത്തുള്ള ഒരു കറുത്ത ഒരു നാര് പോലെയുണ്ട്, അതുകൂടി കളഞ്ഞെടുക്കണം. അപ്പോൾ അതൊക്കെ കളഞ്ഞു. ഇപ്പോൾ ഈ ചട്ടിക്കകത്ത് ചെമ്മീൻ വേവിക്കാൻ വെച്ചേക്കണം. ഈ വേവിക്കാൻ വെച്ചേക്കണതിൽ ഉപ്പുപൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ചെമ്മീൻ വേവിക്കാൻ വെച്ച് തൊട്ടിപ്പുറത്തൊരു ചീനിച്ചട്ടിയിൽ കുറച്ച് ചുമന്നുള്ളിയും അതുപോലെ തന്നെ തേങ്ങയുമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് രണ്ടും മൂപ്പിക്കാനായിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്. നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് തിളച്ചു തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ആ വേവിക്കുന്ന ചെമ്മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കേട്ടോ, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു 2 വെളുത്തുള്ളി കഷ്ണം അത്ര ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഈ തേങ്ങ വറക്കണതിനകത്തേക്ക് ചുമന്നുള്ളി ഇട്ടു, പിന്നെ പെരിഞ്ചീരകം ഇട്ടു, അതുപോലെ 2 ഏലക്കായും ഇട്ടിട്ടുണ്ട്. വലിയ ഏലക്കയാണെങ്കിൽ 1 ഇട്ടാൽ മതി, ചെറുതാണെങ്കിൽ 2 ചെറിയ ഏലക്ക ഇടാം. തേങ്ങ മൂപ്പിക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ചുമന്നുള്ളി മസ്റ്റായിട്ട് ഇടുക. ഒരു 4-5 ചുമന്നുള്ളി ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗരം മസാലപ്പൊടി ലാസ്റ്റ് കറിയിലേക്ക് ചേർക്കും. പക്ഷെ എന്നാലും തേങ്ങ ഇങ്ങനെ വറക്കുന്ന സമയത്ത് അതിനകത്തേക്ക് പെരിഞ്ചീരകവും ചുമന്നുള്ളിയും ഒരു ഏലക്ക ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ തേങ്ങ വറക്കുന്ന സമയത്ത് ചുമന്നുള്ളി ഒരു 4-5 ചുമന്നുള്ളി ചേർക്കാൻ മറക്കരുത്. ഞാൻ ചുമന്നുള്ളി തേങ്ങയുടെ കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അങ്ങനെ നന്നായിട്ട് ബ്രൗൺ ആവട്ടെ. ആ സമയം നമ്മുടെ ചെമ്മീനും ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേങ്ങ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വളരെ ഇളം തീയില ഇട്ടേക്കണത് തേങ്ങ. അപ്പം നമുക്ക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി ഞാൻ ഇട്ടേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി 1 ടീസ്പൂണും മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും ഇട്ടേക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഈ പൊടികൾ തേങ്ങയിലൂടെ കിടന്ന് ഇന്ന് വയലട്ടെ. അതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ വറക്കുന്ന സമയത്ത്. അപ്പോൾ ചെറുതീരിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുക. അത് കഴിയുമ്പോഴത്തേനും അത് നന്നായിട്ട് ബ്രൗൺ ആയി കഴിഞ്ഞു. ഏറ്റവും ലോ സിമ്മിലിട്ടാണ് വറുത്തേക്കണം. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ ആയി കഴിഞ്ഞു. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു നമ്മളത് ആറാൻ വെച്ചേക്കുവാണ്. എന്നിട്ട് ആറിക്കഴിയുമ്പോൾ മിക്സിയുടെ ഒരു ചെറിയ ബൗളിലേക്ക് ഇതിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നേക്കുവാണ്. ഒരു പൊടിയും അത് വെള്ളം ചേർക്കുന്നില്ലല്ലോ. നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്ന ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ആദ്യം ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം നന്നായിട്ട് പൊടിക്കാനായിട്ട്. അതിന് ശേഷമാണ് 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ആ അരപ്പ് നേരെ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് നമ്മൾ ഒഴിക്കുന്നു. മിക്സി നന്നായിട്ട് കഴുകി ബാക്കി വെള്ളവും കൂടി ആ കംപ്ലീറ്റ് അരപ്പും ഈ ചട്ടിയിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. മിക്സി കഴുകിയ വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇനി ഇതെല്ലാം കൂടി മിക്സ്ഡ് ആവട്ടെ. നന്നായിട്ട് തിളച്ച ശേഷം തീയെ കുറച്ച് വയ്ക്കുക. അപ്പോൾ ചട്ടിക്കകത്ത് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഗ്യാസ് ഫുള്ളായിട്ട് വെക്കുക. എന്നിട്ട് തള വന്ന് കഴിയുമ്പോഴത്തേനും ചെറുതീയിലാക്കി ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ചെമ്മീൻ കറി നന്നായിട്ട് തിളച്ചു. അപ്പോൾ ചെറുതീയിലേക്ക് വെച്ചേക്കുവാണ്. ഇപ്പുറത്തെ ചീനിച്ചട്ടിയിൽ നമ്മൾ തേങ്ങ വറുത്ത അതേ ചീനിച്ചട്ടി തന്നെയാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൻ്റെക്ക് കടുക് പൊട്ടിക്കുക. അതിൻ്റെ ഒപ്പം ഉണക്കമുളക്, കറിവേപ്പില ഇടുക. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും അതിലേക്ക് ചുമന്നുള്ളി ഒരു 4-5 ചുമന്നുള്ളി ചെറിയ കഷ്ണമൊക്കെ ആയിരിക്കും അതിടുക. ഇത് നന്നായിട്ട്
ഒന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് മൂക്കട്ടെ. മൂത്ത ഒരു ചെറിയ ബ്രൗൺ കളർ ആവണം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണയ്ക്കകത്തത് നമ്മുടെ ചുമന്നുള്ളി നന്നായിട്ട് വാടുവാണ്. ഇതൊന്ന് ബ്രൗൺ കളർ പതുക്കെ ഒരു ബ്രൗണിലേക്ക് ആകാറാവണ സമയത്ത് നമ്മൾ ഇപ്പുറത്തെ ചെമ്മീൻ നന്നായിട്ട് തിളയ്ക്കുകയാണ് കേട്ടോ. സമയത്ത് നമ്മളൊരു തക്കാളി ചെറിയ കഷ്ണമാക്കി അരിഞ്ഞത് അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കുക. ഈ ചെറുതീനയുടെ ഈ തക്കാളി ഒന്ന് വാടണം. വാടിയാൽ മതി, വെന്തം കൂടെ കുഴഞ്ഞു പോകരുത്. നന്നായിട്ട് അതിൻ്റെ പച്ചമണം അങ്ങോട്ട് മാറണം. ആ ഒരു എണ്ണയ്ക്കകത്ത് നമ്മുടെ ചുമന്നുള്ളിയും അതുപോലെ കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ വഴണ്ടി വന്ന് ആ എണ്ണയ്ക്കകത്ത് തന്നെ അതിൻ്റെ ഒപ്പം തന്നെയാണ് ഈ തക്കാളി ഇട്ടേക്കുന്നത്. അപ്പോൾ തക്കാളി നന്നായിട്ട് ഒന്ന് വാടി അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുമ്പോൾ നമുക്ക് അത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ചെറുതീര് വെച്ചേക്കുവാണ്. തൊട്ടിപ്പുറത്തെ വാളംപുളി ഒരു കുഞ്ഞ് നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞ് അതിൻ്റെ നീര് കൂടി നമ്മൾ കറിയിലേക്ക് ഒഴിക്കും. തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഒഴിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ തക്കാളി വഴണ്ടി വന്ന് ഇത്രയും വഴണ്ടാൽ മതി കേട്ടോ. ഒരുപാട് വഴണ്ടി പോയാൽ തക്കാളി നമുക്ക് കാണാൻ പറ്റണം. അതുകൂടി നമ്മുടെ കറിയിലേക്ക് നമ്മൾ ഒഴിച്ചു. അപ്പോൾ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ വാളംപുളി നീരും ചെറിയൊരു നെല്ലിക്ക വലിപ്പം പോലും വേണ്ട, അതിലും കുറച്ച് മതി വാളംപുളി കേട്ടോ. കാരണം തക്കാളി കൂടി ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ തക്കാളിയുടെയും ആ വാളംപുളിയുടെ ഒക്കെ കൂടി ടേസ്റ്റ് കൂടി ആകുമ്പോൾ അടിപൊളിയാണ് ഈ കറി. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കുക. തിളപ്പിച്ച് കഴിയുമ്പോൾ വീണ്ടും തള വന്നു കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് സിമ്മാക്കി ഒരു 5 മിനിറ്റ് കൂടി തിളപ്പിച്ച് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ കറി റെഡി. ഈ പിഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു നെല്ലിക്ക വലിപ്പം പോലും വേണ്ട വാളംപുളി, അതിലും കുറച്ച് മാത്രം മതി. കാരണം തക്കാളി കൂടി ഇടുന്നതുകൊണ്ട് അങ്ങനെ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നമ്മൾ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഗരം മസാലയുടെ ടേസ്റ്റും വാളംപുളിയുടെയും തക്കാളിയുടെയും എല്ലാ ടേസ്റ്റും നമ്മുടെ ചെമ്മീനിലെയും കറിയിലേക്ക് എല്ലാം പിടിച്ച് ഒന്ന് ഉപ്പൊക്കെ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യുക. ഒരുപാട് വെള്ളം വരിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യരുത്, കാരണം ചട്ടിയാണ്, ഇരുന്ന് കുറുകും. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ ഓഫ് ചെയ്യുക. അപ്പോൾ തന്നെ കറക്റ്റാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ ഈ കറി. ഈ ചെമ്മീൻ കറി അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തി ചോറ് എല്ലാത്തിൻ്റെയും കൂടി അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഒരു ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്, ബൈ.